പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെഷൻ യൂട്യൂബ് ചാനലിലേക്ക് കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ ഒരു ബാബു ചോറ്റി സെമിനറി ചർച്ച് പാസ്റ്ററാണ്. എല്ലാവരെയും കൂടുതലായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പകൽക്കാലത്തിനായി അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധി എന്നുള്ളതായ ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താകുന്നു വിശുദ്ധി എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കൊലോസ്യർക്ക് ലേഖനം അതിൻ്റെ 1:1 നമുക്ക് വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ പദമായ കോദേശ് എന്ന പദമാണ് വിശുദ്ധിയെക്കുറിച്ച് കാണിക്കുന്നത്. 830 പ്രാവശ്യം ഈ പദം നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ഗ്രീക്ക് പദത്തിൽ അത് ഹാഗോസ് എന്നുള്ളതായ വാക്കാണ്. വേർതിരിക്കപ്പെട്ടതായ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്താണ് ഖാഗോസ്, എന്താണ് കാദേശ്, എന്താണ് കോദേശ്? അപ്പം വേർതിരിക്കപ്പെട്ട് എന്ന് പറയുമ്പോൾ യഹോവയെ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധനായ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധനാവുന്നു. പാപമില്ലാത്തവൻ, പാപം ലവലേശമില്ലാത്തതായ അനുഭവത്തിലായിരിക്കുന്നതായ പരിശുദ്ധനായ ദൈവത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നതായ ദൈവത്തിന് മാത്രം അധികാരപ്പെടുന്നതായ ഒരു കാര്യമാണ് വിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധമായ വസ്തുവകൾ, അത് മനുഷ്യനായാലും വസ്തുവകളായാലും അത് മൃഗമായാലും ദൈവത്തിന് വേർതിരിക്കപ്പെട്ട ഏതിനെയും വിശുദ്ധി അല്ലെങ്കിൽ ഖാഗോസ്, വേർതിരിക്കപ്പെട്ടതായ ആ വസ്തുക്കളെ നമുക്ക് ഖാഗോസ് എന്ന് കാണുവാൻ സാധിക്കും. അതിൽ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വിളിച്ച് അവരെ വേർതിരിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് വിശുദ്ധമായ പദവി അവർക്ക് കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വസ്തുവകകൾ അല്ലെങ്കിൽ ദൈവ ആരാധന ഭാഗമായിട്ടുള്ളതായ സകല കാര്യങ്ങളെയും അത് വിശുദ്ധി എന്ന പദമാണ്, അല്ലെങ്കിൽ ആ വിശുദ്ധി എന്ന പദം അവിടെ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ബൈബിളിൽ വിശുദ്ധി എന്ന് കാണിക്കുന്നത്, അല്ല വിശുദ്ധി എന്നൊരു പദം കാണുന്നത് അത് ശബത്തിനോടുള്ള ബന്ധത്തിലാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3 ദൈവം 6 ദിവസം കൊണ്ട് സകലത്തെ സൃഷ്ടിച്ച് 7-ാം ദിവസത്തെ സ്വസ്ഥമായിരുന്നു. 7-ാം ദിവസത്തെ ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചുവെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വിശുദ്ധി എന്നുള്ളതായ പരിശുദ്ധി എന്നുള്ളതായ വിശുദ്ധീകരിച്ചു എന്നത് കാണുന്നതായ വേദഭാഗം അത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്കാണ്. അപ്പോൾ വിശുദ്ധി അത് പരമമായ അർത്ഥത്തിൽ ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടികളിൽ നിന്നുള്ളതായ വേർപാടാണ് പ്രധാന വിവക്ഷ എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന കാര്യം. വിശുദ്ധിയിൽ മഹിമയുള്ളവനായി യഹോവയ്ക്ക് തുല്യനായി ആരുമില്ല എന്ന് പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: യഹോവേ, ദേവന്മാർ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികൾ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ അല്ലെങ്കിൽ സൃഷ്ടിതാവായിരിക്കുന്ന സകല പ്രപഞ്ചത്തിൻ്റെ ഉടയവനായിരിക്കുന്നതായ ആ ദൈവത്തിന് തുല്യനായ ഒരു ദേവന്മാരും ഇല്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പുറപ്പാട് പുസ്തകത്തിനകത്ത് അതിൻ്റെ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധനായ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ, ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന വേർതിരിക്കപ്പെട്ടതായ, അത് മനുഷ്യനായാലും മൃഗമായാലും അത് വസ്തുവകകളായാലും തന്നെ അതെന്താണ്, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. പരിശുദ്ധനായവനെ സൃഷ്ടികൾ ആരോട് സദൃശമാക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവത്തെ ആരോടും, അല്ലെങ്കിൽ സൃഷ്ടികളിൽ ആരോടും സാദൃശ്യമാക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 40-25 വായിക്കുമ്പോഴൊക്കെ അവിടെ വിശുദ്ധിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി തന്നെ
നമുക്ക് അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. 40-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും, ഞാൻ ആരോട് തുല്യമാകും എന്ന് പരിശുദ്ധൻ അരുളി ചെയ്യുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 99:3 ഹോശേയ പുസ്തകം 11:9 അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:11 യേശു അവിടെ പറയുന്നതായി കാണാൻ നമുക്ക് വായിക്കും. ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ യേശു ആരാണ്? പരിശുദ്ധനാവും. അവൻ ദൈവമായിരിക്കുന്നു. അതാണ് പൗലോസ് നമുക്ക് ഫിലിപ്പിയർക്ക് ലേഖനം പാഠത്തിൻ്റെ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ദൈവമായിരിക്കും തന്നെ, ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിച്ചുകൊള്ളാതെ ദാസരുടെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിൽ മരണത്തിലും പിതാവായ ദൈവത്തെ അനുസരിച്ചു. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ജനനം പോലും നമുക്കറിയാം. യേശുവിൻ്റെ ജനനം എപ്രകാരമുള്ളതായിരുന്നു, യേശുവിൻ്റെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പം യേശു ആരാകുന്നു? അവൻ യഹോവയായ ദൈവം തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. യേശു മനുഷ്യനായി ഭൂമി കടന്നു വന്നപ്പോൾ തന്നെയും അവൻ ആരായിരുന്നു? അവൻ ദൈവമായിരുന്നു, മനുഷ്യനായി തന്നെ ആയിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് പ്രതീക്ഷിക്കപ്പെട്ട ആരും തന്നെ എന്താണ്? ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ സമാപന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തതായ സകലരല്ല പുരോഹിതന്മാരൊക്കെ എന്താ അവരൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർ വിശുദ്ധീകരിക്കപ്പെടുവാണേ തീർന്നു. ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കപ്പെടുവാനും അവിടെ വേല ചെയ്തതായ സമാന കൂടാരത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തതായ പുരോഹിതന്മാരൊക്കെ അവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം ശുദ്ധീകരിക്കുവാണേ തീർന്നു നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു ഉടമ്പടിയിലൂടെയാണ് ദൈവം എന്ത് അവരെ വിശുദ്ധീകരിക്കുക, സ്വന്തം ജനമാക്കി തീർക്കുവാൻ ഇടയായി തീർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ആവർത്തന പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ളതായ സകല ജാതികളും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാക്കിക്കൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരേണ്ടവർ അവർ വിശുദ്ധന്മാരായിരിക്കണം. വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ വഴി സഞ്ചരിക്കുന്നവരും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അത് ഇടവിടാതെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതനുസരിച്ച് ജീവിക്കണമെന്നുള്ളതായ ഉടമ്പടിയിലൂടെയാണ് ദൈവജനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം വിളിച്ച് വേർതിരിക്കുവാനും ആ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ച് വേർതിരിക്കാനേ തീർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം എങ്ങനെയാണ് നാം വിശുദ്ധന്മാരാകുന്ന എപ്രകാരമാണ്, അല്ലെ പുതിയ നിയമ വിശ്വാസികൾ എപ്രകാരമാണ് വിശുദ്ധ ജനമായി മാറുന്നതെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2:9 കർത്താവ് അല്ലെങ്കിൽ അവിടെ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ്: നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ ഗണവുമാകുന്നുവെന്ന് അവിടെ പത്രോസ് അപ്പോസ്തലൻ പുതിയ നിയമസഭയെ പഠിപ്പിക്കുവാനേ തീർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരായ ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ, അല്ലെങ്കിൽ അന്ന് പ്രവാചകന്മാരെ വിളിച്ച് വേർതിരിച്ചിട്ടെങ്കിൽ, അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അഹരോൻ കുടുംബത്തെ വിളിച്ച് വേർതിരിച്ചിട്ടെങ്കിൽ, ഇന്ന് പുതിയ നിയമത്തിൽ കടന്നു വരുന്നതായ കർത്താവ് യേശുക്രിസ്തുവിന് ശേഷമുള്ളതായ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ദൈവത്തിൻ്റെ ജനം, ദൈവമക്കളൊക്കെ ആരാകുന്നു? അവർ വിശുദ്ധ ജനമാകുന്നുവെന്ന് വളരെ വ്യക്തമായി തന്നെ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. അല്ലെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതായ ഏത് വ്യക്തികളും, ഒരു പാട്ട് പാടുവാനോ സങ്കീർത്തനം വായിക്കുന്നവനോ ഒരു പ്രസംഗം ചെയ്യുന്നവൻ അല്ലെങ്കിൽ മറ്റുള്ളതായ ദൈവഭവന സംബന്ധമായി ഏതൊരു വേല ചെയ്യുന്ന വ്യക്തിയും അവൻ വിശുദ്ധനാകുന്നു, അവൻ വിശുദ്ധ ഗണത്തിൽപ്പെടുന്നവനാകുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. വെളിപ്പാട് അതുപോലെ തന്നെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോഴും വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് 5:10 അവിടെ പുരോഹിതന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ പുരോഹിതന്മാർ എപ്രകാരമുള്ളവരാണെന്ന് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5:10 ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും പാടുവിൻ. അപ്പോൾ അവിടെ ദൈവജനത്തെ അല്ലെങ്കിൽ
പുതിയ നിയമത്തിലെ വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നതായ സകല ജനവിഭാഗങ്ങളും അവർ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് അഗ്രഹം കുടുംബം മാത്രമല്ല, അഗ്രഹോനിയ കുടുംബം മാത്രമല്ല. വിശുദ്ധന്മാർ അന്ന് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അഗ്രഹം കുടുംബം വിശുദ്ധരായിരുന്നെങ്കിൽ, അത് വിശുദ്ധന്മാരായിരുന്നുവെങ്കിൽ, അവർ പുരോഹിതന്മാരായിരുന്നുവെങ്കിൽ, പുതിയ നിയമസഭയിൽ ദൈവം സകല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ, ക്രിസ്തുവേശിയിൽ രക്ഷിക്കപ്പെട്ടതായ, കർത്താവിൻ്റെ സന്നിധി കടന്നു വന്നിരിക്കുന്നതായ, അല്ലെ പാപസ്വഭാവത്തെ വേർപെട്ടുകൊണ്ട് ജീവിക്കുന്നതായ ഏതൊരു ദൈവ പൈതലും അവൻ പുരോഹിത വർഗമാകുന്നു, വിശുദ്ധ ഗണമാകുന്നുവെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. വെളിപ്പാടുകാരൻ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന് അവരുടെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും അവർ പാടുവാൻ ഇടയായിത്തീരുമെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ വിശുദ്ധിയുടെ പരമമായ ഒരു മാതൃക ആരാകുന്നു? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുവാൻ, നോക്കിക്കാണുവാൻ ഉള്ളവൻ ആരാണ്? അത് ഒരുവനെ മാത്രമേ കാണുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞത്, അത് വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ പര്യായം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലേ? ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് ക്രിസ്ത്യാനിയുടെ വിശുദ്ധ ജീവിതത്തിന് മാനദണ്ഡമെന്ന് നമുക്ക് കാണുവാനിടയായി തീരും. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവനിലൊരു പാപം കണ്ടെത്തുവാനിടയായി തീർന്നില്ല. അവനെ 5 കോടതിയിൽ വിസ്തരിച്ചിട്ടും അവനൊരു പാപം കാണുവാൻ, ഒരു പാപ സ്വഭാവം കണ്ടെത്തുവാനിടയായി തീർന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് ആ പിതാവായ ദൈവത്തെ അനുസരിച്ച്, അവൻ മനുഷ്യനുമായിരുന്നു, അവൻ ദൈവമായിരുന്നെങ്കിലും ആ പിതാവ് ദൈവത്തെ, ആ കർത്താവ് യേശു ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാനിടയായി തീർന്നുവെന്ന് നമുക്ക് കാണുവാനിടയായി തീരും. ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ ജീവിത രീതി അനുകരിക്കുന്നതായ ഈ ഒരു ദൈവ പൈതലും അവൻ വിശുദ്ധന്മാരാകുന്നുവെന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമുക്ക് 1 പത്രോസ് 2:9 നമുക്ക് രേഖപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ അന്ധകാരത്തിൽ വിളിച്ചവൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ രാജകീയ പുരോഗതം വിശുദ്ധ ഗണമെന്ന്, വിശുദ്ധ വംശമെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കാൻ അവിടെ തീർന്നത്. വീണ്ടും പുതിയ നിയമപ്രകാരം എല്ലാ വിശ്വാസികളും അവർ വിശുദ്ധന്മാരുടെ പ്രവൃത്തി, അപ്പോസ്തല പ്രവൃത്തി 9:13 നമുക്ക് കാണുവാനിടയായി തീരും. നമുക്കറിയാം, അനന്യാസ് എന്ന വ്യക്തി സഭയിലേക്ക് എന്ത് ചെയ്തു? അവർ തെറ്റിപ്പോവാനിടയായി തീരുന്നതിൻ്റെ കാരണം എന്താണ്? അവർ ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. അവരുടെ വസ്തുവകകൾ എന്ത് ചെയ്തു? അവർ വസ്തുവകൾ വിറ്റിട്ട് ദൈവസേനയെ കൊണ്ടുവരാതെ അവർ കള്ളത്തരം കാണിച്ചത് ഫലമായിട്ട് അവരെന്ത് ചെയ്തു? അവർ മരിച്ചു പോകുവാനിടയായി തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? അവനെ പൂർണ്ണമായി അനുകരിക്കുവാൻ, അവനനുസരിക്കുവാനിടയായി തീരുമെന്ന് നമുക്ക് കാണുന്ന കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിലൊക്കെ സഭയിലെ വിശ്വാസികളെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിശ്വാസികളെ വിളിക്കുമ്പോഴും അവരെ അഭിസംബോധന ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ തന്നെ പൗലോസ് വിശുദ്ധന്മാർ എന്ന് വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ മേൽപ്പറഞ്ഞതായ കാര്യങ്ങളിൽ അവിടെ സഭയിലെ വിശ്വാസികൾ കഠിനമായി ശാസിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും പൗലോസ് അവരെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിലെ നമ്മൾ പഴയ നിയമം അല്ല പുതിയ നിയമം പഠിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ പൗലോസ് സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. മാത്രമല്ല, അവരെ കഠിനമായി ശാസിക്കുമ്പോഴോ ലേഖനം എഴുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തന്നെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നു, നാം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം 10:10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം എന്ത് ചെയ്യുന്നു? നാം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്താൽ നാമും എന്തായിത്തീർന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പം വിശുദ്ധി എന്ന് പറഞ്ഞത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായ, കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതായ സകല വിശ്വാസികൾ അവരെന്ത് ചെയ്യണം? അവർ പാപത്തെ വെടിഞ്ഞുകൊണ്ട്, പാപത്തെ ദൂരത്തെറിഞ്ഞുകൊണ്ട്, പാപത്തിൻ്റെ അംശം പോലും പിൻപറ്റുവാടേ തീരാതെ കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുന്നതായ, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവർ കൽപ്പനകളെ പ്രമാണിക്കുന്നതായ ഒരു ദൈവ പൈതൽ അവർ തീർച്ചയായും വിശുദ്ധന്മാർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ലോകം വിശുദ്ധന്മാരെ എപ്രകാരമാണ് ആക്കി വെച്ച് നമുക്കറിയാം. ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിലനിന്നതായ ഒരു പ്രമുഖ നേതാവ് അവൻ്റെ മരണശേഷം എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിശുദ്ധനാക്കുവാൻ തക്കവണ്ണം ആ സമൂഹം അവനെ വിശുദ്ധനാക്കുവാൻ തക്കവണ്ണം ആ സമൂഹം അവരെന്ത് ചെയ്തു? ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അപ്രകാരം ഒരു രാഷ്ട്രീയ നേതാവിനെ വിശുദ്ധനാക്കുന്നത് എന്നുള്ള കാര്യം അത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നതായ ഒരു ദൈവ പൈതൽ അവൻ്റെ വിശുദ്ധിയോട് കൂടെയുള്ളതായ അല്ലെ പാപത്തെ വേർതിരിഞ്ഞുകൊണ്ട് പാപത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണം അനുസരിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നതായ ഒരു ദൈവ പൈതലിനെ നമുക്ക് വിശുദ്ധൻ എന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല, അത് മരിച്ച ശേഷമല്ല. ഇന്ന് പല സഭകളിൽ തന്നെ മരിച്ച ശേഷമാണ് ഒരു വ്യക്തി മരിച്ച ശേഷം അവരുടെ സഭാ നേതൃത്വം എന്താണ് അവനെ വിശുദ്ധനാക്കുന്നതായ ഒരു രീതി നമുക്ക് കണ്ടുവരുന്ന കാര്യമാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന അപ്രകാരമല്ല. ജീവിച്ചിരിക്കുന്നവർ തന്നെ എന്ത് ചെയ്യണം? ആ ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നതായ ഒരു ദൈവ പൈതൽ അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്നത് കൊണ്ട് ആ വിശുദ്ധനായി ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അവൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അവനൊക്കെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവൻ നയിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ട് അവനും വിശുദ്ധനായിരിക്കണമെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം തന്നെയാണ് സഭയിലെ വിശുദ്ധന്മാരെ, സഭയിലെ ആ വിശ്വാസികളെ വിശുദ്ധനെന്ന് പൗലോസ് അവരെ വിളിക്കുവാൻ ഇടയായിത്തീർന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പഴയ നിയമകാല സമാപന കൂടാരത്തിലുള്ളതായ ആ സമാപന കൂടാരത്തിലെ സകല ശുശ്രൂഷകൾ മാത്രമല്ല, ആ സമാപന കൂടാരത്തിലുള്ളതായ സകല വസ്തുവകകളും അവിടെ ശുശ്രൂഷിക്കുന്നവരെല്ലാം തന്നെ അവർ വിശുദ്ധിയുടെ ഭാഗമായി തീർന്നു. അതെല്ലാം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. ദൈവം വിശുദ്ധീകരിച്ചതിനെ നമുക്കറിയാം. ഇന്ന് ശബദ കൽപ്പന പോലും ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദ്യമായിട്ട് വിശുദ്ധീകരിച്ചത് കാര്യം ഏതാണ്? ദൈവം വിശുദ്ധീകരിച്ചെന്ന് ആദ്യം കാണുന്നതായ വേദപുസ്തകത്തിൽ കാണുന്ന ഭാഗം അത് ശബദനെയാണ്, അല്ലെങ്കിൽ 7-ാം ദിവസത്തെയാണ്. ശബദ കൽപ്പനയെ പോലും ദൈവം എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ആദ്യമായി കാണുന്നതായ കാര്യമാണ്. അപ്പോൾ അവിടെ അപ്രകാരം കാണുന്നെങ്കിൽ തന്നെ ആ ആരാധനയുടെ ഭാഗമായിരിക്കുന്നതായ നാം എല്ലാവരും എപ്രകാരമായിരിക്കണം? അപ്രകാരം തന്നെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആലയത്തിലുള്ള കാര്യങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ ഉപയോഗിക്കുന്നതായ സകല കാര്യങ്ങളും മാത്രമല്ല, നാം കൊടുക്കുന്ന ദശാംശം, നാം കൊടുക്കുന്ന കാണിക്ക, ഇതെല്ലാം ദൈവസ്ഥാനത്തിൽ വിശുദ്ധമായിരിക്കുന്നു. അത് വിശുദ്ധിയുള്ളതാണ്. അത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ശുശ്രൂഷകരെയും ദൈവം വിളിച്ച് തിരിച്ചെങ്കിൽ, മാത്രമല്ല ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചെങ്കിൽ, ഇന്ന് ഇസ്രായേലിൻ്റെ ഭാഗമായിരിക്കുന്ന നാമയും ദൈവം വിളിച്ച് തിരിച്ചിരിക്കുന്നതായ അവസരമാണ് നാം ആയിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നാമും വിശുദ്ധ ജീവിതം നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഭാഗമായി കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണമാണ്. ആരാണ് വിശുദ്ധന്മാരും ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 12 പറയുമ്പം 12 വായിക്കും ഇപ്രകാരം പറയുന്നു: ദൈവകൽപ്പന യേശുവിലെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെന്ന് വെളിപ്പെടുകാരനായ യോഹന്നാൻ ഇന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുന്നതിലൂടെയാണ്, ദൈവകൽപ്പന കാത്തുകൊള്ളുന്നതിലൂടെയാണ്, അത് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്, യേശുക്രിസ്തു നമുക്ക് തന്ന മാതൃകാപരമായ ജീവിതം നാം നയിക്കപ്പെടുന്നതിലൂടെയാണ്, യേശു നമുക്ക് കാണിച്ചതായ ആ മാതൃക പ്രകാരം നാം അവനെ പിന്തുടരുന്നതിലൂടെയാണ് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കപ്പെടുവാനിടയായിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുകരിപ്പിൻ, എന്നെയും അനുകരിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ, പൗലോസിൻ്റെ ജീവിതം നമുക്കറിയാം. പൗലോസ് ദൈവസഭയെ മുടിക്കുവാൻ തക്കവണ്ണം, ദൈവസഭയെ തകർത്ത് കളയാൻ തക്കവണ്ണം പൗലോസ് സമ്മതപത്രം മേടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച പൗലോസ് കർത്താവ് യേശു ക്രിസ്തുവിനെ പിടിക്കപ്പെട്ടെങ്കിൽ, ആ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്നെയും അനുകരിക്കുവാനിടയെ തീരണം. അത് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ അനുഗ്രഹിക്കണം, നിങ്ങൾ എന്നെയും അനുഗമിക്കുവാൻ. കാരണം എന്താണ്? പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ വിശുദ്ധീകരിക്കുവാൻ തീർന്നു. ആ വിശുദ്ധൻ ആരാകുന്നു എന്നുള്ളതായ ആ വിശുദ്ധ ജീവിതം എപ്രകാരമാണ് നയിക്കപ്പെടുന്നു എന്നുള്ളതായ കാര്യം പൗലോസ് നമ്മുടെ തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് ഉപദേശിക്കുവാൻ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തീർന്നു. തൻ്റെ 14 ലേഖനത്തിലും പൗലോസ് എന്താണ് കർത്താവ് യേശു ക്രിസ്തു ആരാകുന്നു, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എപ്രകാരമാകുന്നു, നാം എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നുള്ളതായ കാര്യങ്ങൾ നമുക്ക് തൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞ് നമ്മളെ പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് പറയുകയാണ്, അതുപോലെ നിങ്ങൾ എന്നെയും അനുകരിക്കണം, കർത്താവ് യേശു ക്രിസ്തുവിനെ അനുകരിക്കണം, എന്നെയും നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിക്കുവാനിടയെ തീരണമെന്ന് പൗലോസ് പറയുവാനിടയെ തീർന്നു. മാത്രമല്ല, ഒരിക്കൽ കൂടി പത്രോസ് പറഞ്ഞ പോലെ നാം ഒരു കാലഘട്ടം അന്ധകാലത്ത് ജീവിച്ചവരാണ്. നമ്മൾ ഒരു കാലത്ത് നമുക്ക് വിശ്വാസമില്ലാത്തവരായിരുന്നു, ഒരു കാലത്ത് നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് നാം ആ അന്ധകാലത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്തു? ഇന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നവരാണ്. ആ വെളിച്ചം ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് യേശു പരിശുദ്ധനായ ദൈവമാണ്. ആ വിശുദ്ധ ജീവൻ നയിക്കപ്പെട്ടവനാണ്. ആ കർത്താവ് യേശു ക്രിസ്തു
യേശുക്രിസ്തുവിനെ അനുകരിപ്പാൻ അവൻ്റെ പാത പിന്തുടരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മൾ രാജീയ പുരോഹിത വർഗമാണ്, നാം വിശുദ്ധ ഗണവുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതെങ്കിൽ നാം ആ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് യേശുവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്ന നാളുകളിൽ നാം എന്ത് ചെയ്യണം? കർത്താവ് യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാൻ അവൻ നമുക്ക് വേണ്ടി കാട്ടുന്ന മാതൃക, പൗലോസ് അപ്പോസ്തലൻ ഞങ്ങൾക്ക് വേണ്ടി കാട്ടിത്തന്ന മാതൃക പിന്തുടരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന് ഇരുന്നു കൊള്ളുന്നു. എന്നെ കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രബോധനം വിരമിച്ചുകൊള്ളും. ദൈവമായവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.